രേവതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷം പ്രസവത്തിനായിട്ട് വേദന കൊണ്ട് പുളയുന്ന ഒരു സ്ത്രീയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവേണ്ടി വരുന്നുണ്ട് സച്ചിക്ക്. അങ്ങനെ അവരെ കൊണ്ടുപോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ അവർ സച്ചിയുടെ കാറിൽ വെച്ച് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയാണ് കേട്ടോ ചെയ്യുന്നത്. കാര്യങ്ങളൊന്നും നമ്മുടെ മുന്നിൽ കാണിക്കുന്നില്ല. സച്ചി ഇത് വളരെയധികം സന്തോഷത്തോടെ രേവതിയോട് വന്ന് പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് എന്താ എന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ എന്നെ കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തു രേവതി. ഒടുവിൽ ആ സ്ത്രീയുടെ കൂടെയുള്ളവർ ആ കുഞ്ഞിനെ എന്റെ കയ്യിൽ വെച്ച് തന്നപ്പോൾ എനിക്ക് എത്രമാത്രം സന്തോഷമായെന്നറിയോ? ഇതിനെ കയ്യിലെടുത്തപ്പോൾ എനിക്ക് എന്തോ പോലെ എന്തുമാത്രം സോഫ്റ്റ് ആണെന്നറിയോ? നീ കെട്ടുന്ന പൂവില്ലേ, അത് കയ്യിലെടുത്ത് പിടിച്ചാൽ എങ്ങനെയുണ്ടാവും അതുപോലെ. കുഞ്ഞതിന്റെ കുഞ്ഞി കണ്ണുകൾ തുറന്ന് എന്നെ നോക്കി ചിരിച്ചു. അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നെന്നൊക്കെ പറഞ്ഞ് സച്ചി ഒരുപാട് അങ്ങ് സന്തോഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കേൾക്കുന്ന ചന്ദ്രമതിയാണെങ്കിൽ എല്ലായിടത്തും ഓരോരോ വിശേഷം കേൾക്കുന്നു. ഈ വീട്ടിൽ മാത്രം ഇതുവരെയായിട്ടും ഒരു വിശേഷം പോലും കേൾക്കാറായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെടുമ്പോ വിഷമിക്കേണ്ട ചന്ദ്രേ, അധികം വൈകാതെ തന്നെ നമ്മുടെ 3 മരുമക്കളിൽ ആരെങ്കിലും ഒരാൾ വിശേഷം അറിയിച്ചിരിക്കുമെന്ന് പറയാണ് രവീന്ദ്രൻ. കേൾക്കുന്നതും സച്ചിയും രേവതിയും ഒരു ചിരിയോടെ പരസ്പരം നോക്കി നിൽക്കാണ് കുറച്ചു നേരം. തന്റെ കാറിൽ വെച്ച് ആ കുഞ്ഞിനെ കയ്യിലെടുത്തത് കൊണ്ട് തന്നെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അതിയായിട്ട് ആഗ്രഹിക്കുകയാണ് സച്ചി ആ സമയം. പിന്നീട് അങ്ങനെ 2 ദിവസം കഴിയുന്നതും രേവതിയും സച്ചിയും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിക്ക് ഒരു ഓക്കാനം പോലെ വന്നിട്ട് അവൾ വേഗം തന്നെ ഛർദ്ദിക്കാൻ വേണ്ടി ഓടുകയാണ് ചെയ്യുന്നത്. സച്ചിയാണെങ്കിലും രേവതിയുടെ പിന്നാലെ ചെന്നുകൊണ്ട് എന്ത് പറ്റി രേവതി, നീ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചോ, എന്താ ഛർദ്ദിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോ എന്താണെന്നറിയില്ല സച്ചിയേട്ടാ, രാവിലെ മുതലേ ചെറിയ ക്ഷീണവും തലകറക്കവും ഒക്കെ തോന്നുന്നുണ്ട്, തീരെ വെയ്യെന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ ഇരിക്കുമ്പോ ദാ ഈ വെള്ളം കുടിക്കെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവൾക്ക് കുടിക്കാനായിട്ട് വെള്ളം എടുത്തു കൊടുക്കുന്നതും അത് കുടിക്കുന്ന സമയം തന്നെ വീണ്ടും ഛർദ്ദിക്കാനായിട്ട് ഓടുകയാണ് രേവതി. അവൾക്ക് ഇത് എന്ത് പറ്റിയെന്നറിയാതെ സച്ചി ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും രവീന്ദ്രൻ അവിടേക്ക് വരുന്നത്. ഇത് പറ്റി സച്ചി എന്നൊക്കെ ചോദിക്കുമ്പോ എന്താണെന്നറിയില്ല ചാ, രേവതിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം വായിലേക്ക് വെക്കുന്നതും ഛർദ്ദിക്കുകയാണെന്നൊക്കെ സച്ചി പറയുമ്പോ എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, വേഗം അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോന്ന് പറയുന്നുണ്ട് രവീന്ദ്രൻ. ആ സമയം അവിടേക്ക് വരുന്ന ചന്ദ്രമതിയാണെങ്കിൽ താൻ പേടിച്ചത് സംഭവിച്ചോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പേടിയോടെ അവര് രണ്ടുപേരെയും നോക്കുകയാണ് ചെയ്യുന്നത്. ചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് പോവാൻ പറയുന്നത് കേൾക്കുമ്പോൾ രേവതി പറയുന്നത് ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല ചാ, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും, കഴിച്ചത് എന്തെങ്കിലും വയറ്റിന് പിടിച്ചിട്ടുണ്ടാവില്ല, ഞാൻ കുറച്ചു നേരം ഒന്ന് കിടന്നു നോക്കട്ടെ, മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് രേവതി കിടക്കാനായിട്ട് പോവാൻ തുടങ്ങുന്നുണ്ടെങ്കിലും രവീന്ദ്രൻ സമ്മതിക്കുന്നില്ല. പറഞ്ഞാൽ പറ്റില്ല മോളെ, എന്തായാലും ഒന്ന് പോയി നോക്കേ, ഇപ്പോഴാണെങ്കിൽ സച്ചിയും ഇവിടെ ഉണ്ടല്ലോ, എന്തായാലും സച്ചിയുടെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ, എന്നിട്ട് സമാധാനമായിട്ട് ഇരിക്കാലോ എന്നൊക്കെ പറയുകയാണ് രവീന്ദ്രൻ. അങ്ങനെ അച്ഛന്റെ നിർബന്ധ പ്രകാരം അവര് രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവാൻ തീരുമാനിക്കുകയാണ്. ചന്ദ്രമതിയാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടാതെ ഹോ ഈ നിസ്സാര കാര്യത്തിനാണല്ലോ ഹോസ്പിറ്റലിൽ പോയി അവന്റെ ക്യാഷ് മുടിക്കാൻ നീ നോക്കുന്നത്, എന്തായാലും നീ വന്ന് കേറിയ മുതലേ അവന് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുത്തി നോവിക്കുകയാണ് ചെയ്യുന്നത്. കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്ന സച്ചിയാണെങ്കിൽ എന്റെ ഭാര്യ കാരണം എനിക്ക് നഷ്ടങ്ങൾ വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എനിക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തന്നെയാണ് കാരണം, അല്ലാതെ അതിന്റെ പേരിൽ ഇനിയും എന്റെ ഭാര്യയെ കുത്തി നോവിക്കാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ ഈ സച്ചി വെറുതെ ഇരിക്കില്ല, നിങ്ങൾക്കറിയാലോ എന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ വാടപ്പിക്കുകയാണ് കേട്ടോ സച്ചി. ഒരാൾക്ക് അസുഖം വരുമ്പോഴെങ്കിലും നിന്റെ ദുഷ്ടതരം ഒന്ന് മാറ്റി വെച്ചൂടെ, നീ ഒരിക്കലും നന്നാവില്ലല്ലേ എന്ന് പറയുന്നുണ്ട് രവീന്ദ്രനും. സച്ചി വീണ്ടും എന്തോ പറയാൻ ഒരുങ്ങുമ്പോ വേണ്ട സച്ചി, അവളോടൊന്നും എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, നീ സമയം കളയാതെ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി വാന്നും പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും പറഞ്ഞയക്കുകയാണ് രവീന്ദ്രൻ. അങ്ങനെ ഡോക്ടർ അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനിടയിൽ പീരിയഡ്സിന്റെ ഡേറ്റും ചോദിക്കുന്നുണ്ട്. ഡോക്ടർ അത് ചോദിക്കുമ്പോഴാണ് രേവതിയും സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർക്കുന്നത്. തന്റെ പീരിയഡ്സ് ഒക്കെ മിസ്സായ കാര്യം അവൾ ഓർത്തിട്ട് പോലും ഉണ്ടാവില്ല. ഡോക്ടർ അങ്ങനെ രേവതിയോട് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ എന്താ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണോ, വേഗം ഇവളെ പരിശോധിച്ച് അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കേ, എന്നിട്ട് അതിനുള്ള മരുന്ന് കൊടുക്കേ, അല്ലാതെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയല്ല വേണ്ടതെന്നൊക്കെ സച്ചി പറയുമ്പോ അടങ്ങിയിരിക്കും സച്ചിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ തടയുകയാണ് രേവതി. ഡോക്ടർ ആണെങ്കിൽ ഒരു ചിരിയോടെ വൈഫിനെ കുറിച്ച് നല്ല ഉത്കണ്ഠയാണല്ലോ ആൾക്ക്, എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് പറയാമെന്നും പറഞ്ഞുകൊണ്ട് സിസ്റ്ററെ വിളിച്ചുകൊണ്ട് രേവതിയുടെ ഫയൽ അവരെ ഏൽപ്പിക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാവാതെയാണ് നിൽക്കുന്നതെങ്കിൽ രേവതിക്ക് അപ്പോഴേക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. രേവതിയുടെ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം കണ്ട് എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുമ്പോ പറയാമെന്ന് പറയുകയാണ് അവള്. പിന്നെ കുറച്ച് സമയം കഴിയുന്നതും ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ കിട്ടുന്നുണ്ട്. ഡോക്ടർ അവരെ രണ്ടുപേരെയും അകത്തേക്ക് വിളിക്കുകയാണ്. അകത്തേക്ക് വന്ന അവരോടായിട്ട് ഡോക്ടർ ആ സന്തോഷ വാർത്ത പറയുകയാണ്. കൺഗ്രാറ്റ്സ്, നിങ്ങളൊരു കുഞ്ഞിന്റെ അച്ഛനാവാൻ പോകുന്നെന്ന് ഡോക്ടർ പറയുന്നതും സച്ചിക്ക് ഒരുപാട് അങ്ങ് സന്തോഷമാവാണ് കേട്ടോ ചെയ്യുന്നത്. സന്തോഷത്തോടെ രേവതിയെ നോക്കി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സത്യാണോ ഡോക്ടർ ഞാൻ ഈ കേട്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഡോക്ടർ ചിരിയോടെ എന്തേ ഇയാൾക്ക് വിശ്വാസം വരുന്നില്ലേ, നിങ്ങളുടെ വൈഫ് 2 മാസം പ്രഗ്നന്റ് ആണെന്നൊക്കെ പറയുമ്പോ സന്തോഷം കൊണ്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട് സച്ചിയുടെ. രേവതിയെ കെട്ടിപ്പിടിച്ച് തന്റെ സന്തോഷം പ്രകടിപ്പിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും ഹോസ്പിറ്റലാണ്
എന്നുള്ളൊരു ബോധമുള്ളത് കൊണ്ട് തന്നെ സച്ചി അതിന് മുതിരുന്നില്ല. എങ്കിലും സന്തോഷത്തോടെ രേവതിയുടെ കയ്യിൽ വിടാതെ പിടിച്ചിരിക്കുകയാണ് സച്ചി. ഡോക്ടർ അങ്ങനെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞയക്കുന്നുണ്ട്. തിരികെ പോകാനായിട്ട് കാറിൽ കയറിയ പാടെ സച്ചി രേവതിയെ ഇറുകെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. രേവതി, നമുക്കൊരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എത്രമാത്രം സന്തോഷമായെന്നറിയോ? 2 ദിവസം മുമ്പ് ആ കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ മുതൽ ആഗ്രഹിച്ചതാണ് ഞാൻ ഇങ്ങനെ ഒരു നിമിഷത്തിനായിട്ട്. സ്വന്തമായിട്ട് ഒരു കുഞ്ഞ് വരാൻ പോകുന്നു. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ഓടിക്കളിക്കാൻ പോകുന്നു. അച്ഛനൊക്കെ ഇതറിയുമ്പോൾ ഒരുപാട് സന്തോഷമാകും അല്ലേ രേവതി എന്നൊക്കെ പറഞ്ഞ് തന്റെ സന്തോഷം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുകയാണ് സച്ചി. ഞാനൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാണെന്ന് അറിയുന്ന രേവതിയാണെങ്കിലും ഒരുപാട് സന്തോഷത്തിലായിരിക്കും. എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിക്കാൻ തോന്നുന്നുണ്ടോ? അച്ഛമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സമയത്ത് പെണ്ണുങ്ങൾക്ക് പലതും കഴിക്കാൻ ആഗ്രഹമുണ്ടാവുമെന്ന്. അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഞാൻ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് സച്ചി അവളുടെ ഓരോ ഇഷ്ടങ്ങളും ചോദിച്ചറിയുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് രേവതിക്ക് ഒരുപാട് ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ വീട്ടിൽ കൊടുക്കാനുള്ള സ്വീറ്റ്സും ഒക്കെ വാങ്ങുന്നുണ്ട് സച്ചി. അങ്ങനെ അവർ വീടെത്തുന്നതും കാറിൽ നിന്നും ഇറങ്ങുന്ന രേവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും കേട്ടോ സച്ചി അകത്തേക്ക് കൊണ്ടുവരുന്നത്. രവീന്ദ്രനാണെങ്കിൽ സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. എന്ത് പറ്റി മോനെ, മോൾക്ക് തീരെ സുഖമില്ലേ? നീ എന്തിനാ മോളെ പിടിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ് കേട്ടോ. ഒരു കുഴപ്പവുമില്ല അച്ഛാ, അച്ഛൻ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നും സ്വീറ്റ്സ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് സച്ചി. അച്ഛൻ ഇതിൽ നിന്നും ഒന്നെടുത്ത് കഴിക്ക്, എന്നിട്ട് ഞാൻ പറയാമെന്ന് പറയുമ്പോഴേക്കും വീട്ടിലുള്ള ബാക്കിയുള്ളവരും അവിടേക്ക് വരുന്നുണ്ട്. രവീന്ദ്രൻ സ്വീറ്റ്സ് എടുത്തുകൊണ്ട് എന്താടാ ഇനിയെങ്കിലും നീ കാര്യം പറയാന്നൊക്കെ പറയുമ്പോ അച്ഛനൊരു അച്ഛൻ ആവാൻ പോകുന്നു, രേവതി ഗർഭിണിയാണ് അച്ഛന്ന് പറയണതും രവീന്ദ്രന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കുന്ന ചന്ദ്രമതിയാണെങ്കിൽ ആകെ നടുങ്ങി പോവാണ് ചെയ്യുന്നത്. ഇന്ദ്രൻ ഒരുപാട് സന്തോഷത്തോടെ ആണോ മോളെ, സച്ചി പറഞ്ഞത് സത്യമാണോ എന്നൊക്കെ ചോദിക്കുമ്പോ രേവതി അതെന്നുള്ള രീതിയിൽ നാണത്തോടെ തല കുലുക്കുന്നതും അച്ഛന് ഒരുപാട് സന്തോഷമായി മക്കളെ എന്ന് പറയുകയാണ് രവീന്ദ്രൻ. ക്കും ശ്രുതിക്കും ഒക്കെ സന്തോഷമാകുന്നുണ്ട്. രേവതിയോട് അവർ രണ്ടുപേരും കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. സച്ചി അങ്ങനെ ബാക്കിയുള്ളവർക്കെല്ലാം സ്വീറ്റ്സ് കൊടുക്കുന്ന സമയത്ത് ചന്ദ്ര അതിൽ നിന്നും എടുക്കുന്നില്ല. ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കണേ. ചന്ദ്രൻ നിനക്കൊരു സന്തോഷമില്ലാത്തത്, നീ ഇന്നലെയും കൂടെ ഇതിനെക്കുറിച്ച് പറഞ്ഞതല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോ എല്ലാവരും നല്ലോണം സന്തോഷിക്കുന്നില്ലേ, ഇനി ഞാൻ സന്തോഷിക്കാത്തതിന്റെ ഒരു കുറവേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ മുഖം തിരിക്കുകയാണ് അവര്. ഇതിക്കു മുമ്പേ സച്ചിക്ക് ഒരു കുഞ്ഞ് പിറക്കാൻ പോകുന്നത് ചന്ദ്രമതിക്ക് അങ്ങ് ഉൾക്കൊള്ളാനേ ആവുന്നില്ല. അങ്ങനെ പലതും പറയും അച്ഛനൊന്ന് അച്ഛമ്മയെ വിളിച്ചേ, എനിക്ക് ചൂടോടെ തന്നെ ഈ വിവരം അച്ഛമ്മയെ അറിയിക്കണമെന്നൊക്കെ പറയുമ്പോ രവീന്ദ്രൻ അമ്മയെ വിളിക്കുന്നുണ്ട്. അച്ഛമ്മ ഫോൺ എടുത്ത പാടെ അച്ഛമ്മയുടെ പേരക്കുട്ടിക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ അച്ഛമ്മയോടും ആ വിവരം പറയുകയാണ് സച്ചി. വിവരം അറിയുന്ന അച്ഛമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അച്ഛമ്മ രേവതിയോടായിട്ട് ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കണമെന്നും ഒരുപാട് ജോലികളൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതിയാണെങ്കിൽ ഇതൊന്നും കണ്ടു കേട്ടും സഹിക്കാനാകാതെ വിഷമത്തോടെയും ദേഷ്യത്തോടെയും രേവതിയെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സച്ചിയും രേവതിയും റൂമിലേക്ക് അങ്ങ് പോകുമ്പോ എന്താ ചന്ദ്രൻ നിനക്കൊരു സന്തോഷമില്ലാത്തത്? സാധാരണ അമ്മമാർ മരുമകൾ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ സന്തോഷിക്കുകയാണ് ചെയ്യുക. മരുമക്കളെ സ്നേഹം കൊണ്ട് മൂടും. നിന്റെ മനസ്സിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ ചന്ദ്രമതി പറയുന്നത് എന്റെ മൂത്ത മകൻ സുധിയാണ്. അവനൊരു കുഞ്ഞ് പിറക്കുന്നതിന് മുമ്പേ സച്ചിക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല, എനിക്ക് വലിയ സന്തോഷവും തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോ എന്തൊരു മനസ്സാടി നിന്റെ സുധിയാണ് മൂത്തതെങ്കിലും ആദ്യം വിവാഹം കഴിഞ്ഞത് സച്ചിയുടെ അല്ലേ? പിന്നെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു വരദാനമാണ്. അത് ആർക്കും എപ്പോ വേണമെന്ന് ദൈവമാണ് തീരുമാനിക്കാറ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ രവിയേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ സുധി കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ എന്ന് പറയാണ് ചന്ദ്ര. പിന്നീട് റൂമിലെത്തിയ പാടെ സച്ചിയും രേവതിയും വീണ്ടും പരസ്പരം സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അധികം വൈകാതെ നമ്മളൊരു കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ആവും. പെൺകുഞ്ഞായിരിക്കുമോ? അച്ഛമ്മ പറഞ്ഞതുപോലെ നിന്നെ പോലെ ഒരു പെൺകുഞ്ഞിനെയാണ് എനിക്കും ഇഷ്ടം. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഇങ്ങ് കയ്യിൽ കിട്ടിയാൽ മതിയായിരുന്നു, എനിക്ക് കാത്തിരിക്കാൻ വയ്യ എന്നൊക്കെ സച്ചി പറയുമ്പോ അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല സച്ചിയേട്ടാ, ഇനിയും ഒരു 7 മാസമെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേവതി. 7 മാസമോ? അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകുമായിരിക്കും അല്ലേ രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് തന്റെ സ്നേഹം മുഴുവനും പ്രകടിപ്പിക്കുന്നുണ്ട് സച്ചി. പിന്നീട് ചന്ദ്രമതി ശ്രുതിയോടായിട്ട് നീ കണ്ടല്ലോ അവർക്കൊരു കുഞ്ഞു പിറക്കാൻ പോകുന്നു, നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കത്തേയുള്ളൂ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അവർ രണ്ടുപേരും അടിച്ചു പിരിയുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പതാ അവൾ ഗർഭിണിയാണെന്ന്. എനിക്ക് നല്ല ദേഷ്യമാണ് വരുന്നതെന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോ എന്താ ആന്റി പറയുന്നത്? സച്ചിയും രേവതിയും ഭാര്യ ഭർത്താക്കന്മാരല്ലേ? ഏതൊരു ഭാര്യ ഭർത്താക്കന്മാർക്കും ഇടയിൽ സംഭവിക്കേണ്ടതല്ലേ അവർക്കിടയിലും സംഭവിച്ചിട്ടുള്ളൂ. അവരുടെ വിവാഹമല്ലേ ആന്റി ആദ്യം നടന്നതെന്നൊക്കെ പറയുമ്പോ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിങ്ങൾക്കായിരുന്നു ആദ്യം ഒരു കുഞ്ഞു പിറക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യവും വിഷമത്തോടെയും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ചന്ദ്രമതി. പിന്നീട് വിവരം അറിഞ്ഞ് ലക്ഷ്മി അമ്മയും ദേവികയും ഒക്കെ വരുന്നുണ്ട്. രേവതിക്ക് ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നെന്ന് കേൾക്കുമ്പോൾ അവർക്കും ഒരുപാട് സന്തോഷമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രേവതിയുടെ വിശേഷം അറിഞ്ഞ അച്ഛമ്മയും രേവതിക്കുള്ള ഒരുപാട് പലഹാരങ്ങളൊക്കെ ആയിട്ട് വീട്ടിലെത്തുന്നുണ്ട്.
അങ്ങനെ എല്ലാവരും കൂടി രേവതിയുടെ വിശേഷം വളരെ വലിയൊരു ആഘോഷമാക്കുകയാണ് ചെയ്യുന്നത്. ആണെങ്കിലും രേവതിയുടെ ഓരോ ആഗ്രഹങ്ങളും ചോദിച്ചറിഞ്ഞുകൊണ്ട് അവളുടെ കൂടെ തന്നെയായിരിക്കും നിൽക്കുന്നത്.